ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മളിന്ന് വീടിൻ്റെ വാസ്തുവിനെ കുറിച്ചുള്ള കുറേ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാൻ പോവുകയാണ്. ഈ വീഡിയോ ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ: വീട് വാസ്തുപ്രകാരമല്ലെങ്കിൽ എന്ത് സംഭവിക്കും? വീട് വാസ്തുവിരുദ്ധമെങ്കിൽ അത് നെഗറ്റീവ് എനർജി ആകർഷിക്കാനും ശേഖരിക്കാനും സാധ്യതയുണ്ട്. അത്തരമൊരു സാഹചര്യം ഉണ്ടാകുകയാണെങ്കിൽ ലളിതമായ വാസ്തുപരിഹാരങ്ങൾ ഉപയോഗിക്കുന്നത് സഹായകമാകും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: പുതിയ വീടിനുള്ള വാസ്തുനുറുങ്ങുകൾ അനുസരിച്ച് ഞാൻ അടുക്കളയിൽ ഏത് നിറമാണ് വരയ്ക്കേണ്ടത്? വാസ്തുശാസ്ത്രമനുസരിച്ച് അടുക്കളയിൽ വെള്ള പെയിൻറ് ചെയ്യണം. കാരണം അത് ശുദ്ധതയും ശുഭാപ്തി വിശ്വാസവും സൂചിപ്പിക്കുന്നു. ഈ നിറം വീട്ടിൽ പോസിറ്റിവിറ്റി ക്ഷണിക്കുന്നു. അടുത്തത്: വീടിനുള്ള വാസ്തുശാസ്ത്ര നുറുങ്ങുകൾ അനുസരിച്ച് എനിക്ക് എൻ്റെ വീടിൻ്റെ പ്രവേശന കവാടത്തിൽ ഒരു ജലധാര സ്ഥാപിക്കാമോ? നിങ്ങൾ വാസ്തുതത്വങ്ങൾ പാലിക്കുകയാണെങ്കിൽ വീടിൻ്റെ പ്രവേശന കവാടത്തിൽ ഏതെങ്കിലും ഒരു ജലധാരയോ ജലകേന്ദ്രീകൃത അലങ്കാരമോ ഉണ്ടാകരുത്. കാരണം അത് സാമ്പത്തിക പ്രശ്നങ്ങൾക്ക് കാരണമാകും. അതിനാൽ നിങ്ങൾ പുതിയ വീട്ടിലേക്ക് മാറുന്നതിന് മുമ്പ് പുതിയ വീടിനുള്ള വാസ്തുനുറുങ്ങുകളെക്കുറിച്ച് അറിഞ്ഞിരിക്കണം. പുതിയ വീടിനായി വാസ്തുനുറുങ്ങുകൾ പ്രകാരം വീടിൻ്റെ പ്രവേശന കവാടത്തിൽ എന്ത് ചെടികൾ സൂക്ഷിക്കണം? മോർണിംഗ് ഗ്ലോറി, തുളസി, മണി പ്ലാന്റ് എന്നിവയാണ് വീടിൻ്റെ പ്രവേശന കവാടത്തിൽ സൂക്ഷിക്കേണ്ട ഏറ്റവും നല്ല ചെടികൾ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: വീടിനുള്ള വാസ്തു അടിസ്ഥാന തത്വങ്ങൾ എന്തൊക്കെയാണ്? വീടിൻ്റെ പ്രധാന വാസ്തുനുറുങ്ങുകളിൽ മുറികളുടെ ആകൃതി, കോണിപ്പടികളുടെ ദിശ, ഫർണിച്ചർ സ്ഥാപിക്കൽ, കണ്ണാടി സ്ഥാപിക്കൽ, ഡൈനിങ് ടേബിൾ, വീടിൻ്റെ മധ്യഭാഗം ശൂന്യമാണെന്ന് ഉറപ്പാക്കൽ എന്നിവ ഉൾപ്പെടുന്നു. അടുത്തത്: വാസ്തുപ്രകാരം വീട്ടിൽ പോസിറ്റീവ് എനർജി എങ്ങനെ കൊണ്ടുവരാം? വാസ്തുപ്രകാരം വീട്ടിൽ പോസിറ്റീവ് എനർജി കൊണ്ടുവരാനുള്ള ഏറ്റവും നല്ല മാർഗം സൂര്യപ്രകാശം നിങ്ങളുടെ വീട്ടിലേക്ക് കടക്കാൻ അനുവദിക്കുക എന്നതാണ്. മറവുകളും ജനലുകളും തുറന്ന് സ്വാഭാവിക വെളിച്ചം നിങ്ങളുടെ മുറിയിലേക്ക് വരട്ടെ. പുതിയ വീടിന് വാസ്തുനുറുങ്ങുകൾ പ്രകാരം ഏത് ദിശയാണ് നല്ലത്? പുതിയ വീടിനുള്ള പ്രധാന വാസ്തുനുറുങ്ങുകൾ അനുസരിച്ച് വടക്ക് കിഴക്ക് ദിശയിലുള്ള വീടിൻ്റെ പ്രവേശനം ഏറ്റവും ശുഭകരമായ ദിശയായി കണക്കാക്കപ്പെടുന്നു. രണ്ടാമത്തെ ഓപ്ഷൻ വടക്ക് ദിശയാണ്. അടുത്ത ക്വസ്റ്റ്യൻ: എൻ്റെ പുതിയ വീട്ടിലേക്ക് എനിക്ക് എങ്ങനെ ഭാഗ്യം കൊണ്ടുവരാൻ കഴിയും? പുതിയ വീടിന് പുതിയ ഭാഗ്യം കൊണ്ടുവരുന്നതിനുള്ള പ്രധാന വാസ്തുനുറുങ്ങുകൾ: നിങ്ങളുടെ പുതിയ വീട്ടിൽ പാൽ തിളപ്പിക്കണം. പൂമുഖത്തിൻ്റെ സീലിങ്ങിൽ നീല പെയിൻറ് ചെയ്യണം. വാതിൽക്കൽ ഉപ്പ് വിതറി പഴയ ചൂൽ ഉപേക്ഷിക്കണം. നെക്സ്റ്റ്: വീടിന് വാസ്തുപ്രകാരം ഫ്ലാറ്റിന് ഏറ്റവും അനുയോജ്യമായ മൂല ഏതാണ്? ഒരു അപ്പാർട്ട്മെൻറ്റിൻ്റെ ഏറ്റവും നല്ല ദിശ വടക്ക് കിഴക്കാണ്. മറ്റ് ദിശകളും തെക്കു കിഴക്കും വടക്ക് കിഴക്കും മുറിവുകളുള്ളവയും ഒഴിവാക്കുക. അടുത്ത ക്വസ്റ്റ്യൻ: പ്രവേശന കവാടത്തിൽ സ്ഥാപിക്കാൻ ഏറ്റവും മികച്ച ഫോട്ടോഗ്രാഫുകൾ ഏതാണ്? വാസ്തുപ്രകാരം പ്രവേശന കവാടത്തിൽ ദേവന്മാരുടെയും ദേവതകളുടെയും ഛായാചിത്രങ്ങളും വിഗ്രഹങ്ങളും സ്ഥാപിക്കുന്നത് ശുഭകരമായി കണക്കാക്കപ്പെടുന്നു. വീടിന് ഭാഗ്യവും സമ്പത്തും ഐശ്വര്യവും ക്ഷണിച്ചു വരുത്തുന്നതിനായി പ്രവേശന കവാടത്തിൽ ഗണപതിയുടെയും ലക്ഷ്മിയുടെയും ചിത്രങ്ങളും വിഗ്രഹങ്ങളും സൂക്ഷിക്കുക. നെക്സ്റ്റ്: വീടിന് വാസ്തുപ്രകാരം പ്രധാന വാതിലിന് അനുയോജ്യമായ നിറങ്ങൾ ഏതാണ്? ബീജ്, ഇളം മഞ്ഞ, മറ്റ് എർത്ത് ഷെയ്ഡുകൾ എന്നിവ വാസ്തുപ്രകാരം വീടിന് നല്ലതാണ്. പുതിയ വീടിനുള്ള വാസ്തു നിയമങ്ങൾ എന്തൊക്കെയാണ്?
നിങ്ങളുടെ പ്രധാന വാതിലിന് പുറത്തുള്ള പ്രദേശം ഒരിക്കലും ഇരുട്ടിൽ സൂക്ഷിക്കരുത് എന്നതാണ് ഏറ്റവും സാധാരണമായ നിയമങ്ങളിലൊന്ന്. പോസിറ്റീവ് എനർജിയും ഭാഗ്യവും ആകർഷിക്കാൻ എപ്പോഴും അത് പ്രകാശിപ്പിക്കുകയും തിളക്കമുള്ളതാക്കുകയും ചെയ്യുക. നെക്സ്റ്റ്, വാസ്തുപ്രകാരം വീട്ടിൽ എന്ത് ഒഴിവാക്കണം? നിങ്ങൾ ഒഴിവാക്കേണ്ട പല കാര്യങ്ങളും വാസ്തു എടുത്തു കാണിക്കുന്നു. എന്നിരുന്നാലും പ്രധാനമായ ഒരു കാര്യം നിങ്ങളുടെ സ്വീകരണ മുറിയിലെ കറുപ്പും കടും ചുവപ്പും പോലെയുള്ള ഇരുണ്ട ഭിത്തി നിറങ്ങളാണ്. വാസ്തുപ്രകാരം വീട്ടിൽ സൂക്ഷിക്കാൻ പാടില്ലാത്ത ഫോട്ടോകൾ ഏതൊക്കെയാണ്? ദൈവാനുഗ്രഹം ലഭിക്കുന്നത് നമ്മുടെ ജീവിതം നയിക്കാൻ നമ്മെ സഹായിക്കുന്നു. എന്നിരുന്നാലും ഗണപതി ഭഗവാനെ സിദ്ധി, ഋദ്ധി, കാർത്തികേയ, ദേവസേന എന്നീ 2 ഭാര്യമാരോടൊപ്പം സൂക്ഷിക്കരുത്. കാരണം ഇത് നിങ്ങളുടെ ബന്ധത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. അപ്പോൾ ഇത്രയാണ് വീടിൻ്റെ വാസ്തുവിനെ കുറിച്ചുള്ള ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻസും ആൻസേഴ്സും നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അതുവരെ കാത്തിരിക്കുക. ബൈ.